നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞ ഇതാണ്. ബാഴ്സലോണയെ തകർത്തങ്ങ് തരിപ്പണമാക്കിയിരിക്കുന്നു അത്ലറ്റിക്കോ മാഡ്രിഡ്. കൊപ്പ ഡെൽറേയുടെ സെമി ഫൈനൽ ആദ്യപാദ മത്സരം മെട്രോപൊളിറ്റനോയിൽ ബാഴ്സലോണക്ക് നിലം തോടാൻ അവസരം കൊടുക്കാതെ അവരെ തീർത്ത് കളഞ്ഞു എന്ന് തന്നെ പറയണം. മത്സരത്തിൽ ആൻറ്റോൻ ഗ്രീസ്മാനും ലൂക്മാനും ഹൂലിയൻ ആൽവേരസും ഒക്കെയാണ് ഗോൾ അടിച്ചത്. അതായത് സൂപ്പർ താരങ്ങൾ ഗോളടിച്ചു എന്ന് മാത്രമല്ല, ബാഴ്സ ഗോൾ കീപ്പർ എറിക് ഗാർഷ്യയുടെ ഒരു വമ്പൻ മിസ്റ്റേക്ക് ആദ്യ ഗോളിന് വഴിവെക്കുകയും ചെയ്തു. ഓൺ ഗോളായിട്ടത് മാറി. പിന്നെ ബാഴ്സ താരത്തിന് റെഡ് കാർഡ് ഉണ്ടായിരുന്നു. മറുഭാഗത്താണെങ്കിൽ എതിർ ടീം താരത്തിന് റെഡ് കാർഡ് കൊടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിൽ റെഡ് കാർഡ് കൊടുക്കുകയും ചെയ്തില്ല എന്നുള്ളതാണ്. സോ അത് വലിയ രൂപത്തിൽ വിവാദമായി മാറിയിട്ടുണ്ട്. ബാഴ്സയുടെ ഒരു ഗോള് 7-8 മിനിറ്റ് വാർ ചെക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് ഡിസലവ് ചെയ്തു. റഫറിങ് ഇവിടെ വലിയ മെസ്സാണ് എന്ന് കളിക്ക് ശേഷം ഹാൻസി ഫ്ലിക്ക് ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുന്ന സാഹചര്യവും ഉണ്ടായി. മത്സരത്തിൽ ആൻറ്റോൻ ഗ്രീസ്മാൻ, ഹുലിയൻ ആൽവാരസ്, ലൂക്മാൻ, ജിയോവാനി സിമിയോണി തുടങ്ങിയവരൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഡിയേഗോ സിമിയോണി തൻ്റെ ടീമിനെ കളിക്കളത്തിലേക്ക് വിട്ടതെങ്കിൽ മറുഭാഗത്ത് ഓൽമോയും ടോറസും ലാമിനെ യമാലും ചേർന്നുകൊണ്ടാണ് FC ബാഴ്സലോണയുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്. മത്സരത്തിൻ്റെ 7ാമത്തെ മിനിറ്റിലാണ് ഞാൻ ആ പറഞ്ഞ ഓൺ ഗോൾ വിറക്കുന്നത്. പിന്നെ 14ാമത്തെ മിനിറ്റിൽ ആൻറ്റോൻ ഗ്രീസ്മാൻ്റെ ഗോൾ വിറക്കുന്നു. അങ്ങനെ കളി ഒരു അരമണിക്കൂർ ആകുമ്പോഴേക്കും പൂർണ്ണമായിട്ടും അവർ കളി പിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മോളിനയുടെ അസിസ്റ്റിൽ നിന്നാണ് ഗ്രീസിയുടെ ഗോൾ വന്നതെങ്കിൽ ഹുലിയൻ ആൽവാരസിൻ്റെ അസിസ്റ്റിൽ നിന്ന് ലൂക്മാൻ്റെ ഗോൾ കൂടി വന്നപ്പോൾ 33ാമത്തെ മിനിറ്റിൽ തന്നെ അവർ 3-0 മുന്നിലെത്തി കഴിഞ്ഞിരുന്നു. തീർന്നില്ല. വീണ്ടും ലൂക്മാൻ്റെ അസിസ്റ്റിൽ നിന്ന് ഹുലിയൻ ആൽവാരസ് കൂടി ഗോൾ അടിച്ചപ്പോൾ ഇടവേള സമയത്ത് മത്സരം 4-0 കയ്യിലാക്കി കഴിഞ്ഞിരുന്നു അത്ലറ്റിക്കോ മാഡ്രിഡ്. രണ്ടാം പകുതിയിൽ പിന്നീട് പല സംഭവ വികാസങ്ങൾ ഉണ്ടായി. റെഡ് കാർഡ് അടക്കമുള്ള കാര്യങ്ങൾ, പിന്നെ ചെറിയ മെസ്സുകളും കാര്യങ്ങളും, റഫറിക്കെതിരെ വലിയ വിവാദം പിന്നീട് ഉണ്ടാവുകയൊക്കെ ചെയ്തെങ്കിലും മത്സരം 4-0 അത്ലറ്റിക്കോ മാഡ്രിഡ് വിജയിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. ബാഴ്സക്ക് ഈ 4 ഗോളുകളുടെ തിരിച്ചടിയിൽ നിന്ന് ഇനി തിരികെ വരാൻ പറ്റുമോ? അതൊരു ചോദ്യമാണ്. മാർച്ച് 4 ക്യാമ്പ് നോവിൽ കളിക്കാൻ ഇറങ്ങുമ്പോൾ ഈ 4 ഗോൾ എന്നത് 5 ഗോൾ തിരികെ കൊടുത്ത് വിജയിച്ച് കയറാൻ ബാഴ്സക്ക് ആയില്ലെങ്കിൽ കോപ്പ ഡെൽ റേ എന്ന സ്വപ്നം മറക്കേണ്ടി വരും. ഏതായാലും ബാഴ്സക്ക് വലിയ തിരിച്ചടിയാണ് ഈ ഒരു കളിയിൽ ലഭിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സ് എത്താം.